നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു അക്കൗണ്ടൻസി വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കിട്ടി. അതിൽ നിന്ന് അതെന്തൊക്കെയാണ് എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമ്മൾ അക്കൗണ്ടൻസിയിൽ അടിസ്ഥാനപരമായി ഉപയോഗിക്കേണ്ടതായ ചില പദങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്. 4 പദങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. എന്താണ് എക്കണോമിക് ഇവൻറ്റ്സ്, അപ്പോൾ എന്താണ് സാമ്പത്തികമായ സംഭവങ്ങൾ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഇൻറ്റേർണൽ ഇവൻറ്റ്, എക്സ്റ്റേണൽ ഇവൻ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചർച്ച ചെയ്തു. പിന്നെ എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ട്രാൻസാക്ഷൻ എന്താണെന്ന് ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്നുള്ള ധാരണയിൽ തന്നെ നമ്മൾ ഇന്ന് പുതിയൊരു ടേമിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടേമുകളിൽ ഒന്നാണ് അസറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസിയുടെ വീഡിയോകളെല്ലാം ഇവിടെ കണ്ടപ്പോൾ ഞാൻ തന്നെ വീഡിയോകളിൽ പലപ്പോഴും പരാമർശിച്ച ഒരു വാക്കാണ് അസറ്റ്, ആസ്തി എന്ന് പറയും. അത് നമ്മൾ എവിടെയാണ് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ സമ്മറൈസിങ് എന്ന് പറയുന്ന ഏരിയയിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഭദ്രത അറിയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ ആസ്തി ബാധ്യത കണക്കാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു ടേമാണ് ആസ്തി ബാധ്യത, അസറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്ന വാക്ക് അവിടെ ഞാൻ ഉപയോഗിച്ചു. അതെന്താണെന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് അസറ്റ്? അസറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു മീനിങ്, ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ എനി വാല്യുബിൾ. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം, നിങ്ങൾക്കെല്ലാം അറിയാം. എനി വാല്യുബിൾ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള വസ്തുക്കൾ. അപ്പോൾ ക്യാഷ് ഓർ എനി വാല്യുബിൾ എന്ന് പറഞ്ഞാൽ പണമോ പണത്തിന് തുല്യം മൂല്യമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ അത് ക്യാഷാണ്. എന്നാൽ ഒരു ഫർണിച്ചറുണ്ട്, 5000 രൂപയുടെ ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ 5000 രൂപ വില മതിക്കുന്ന മൂല്യമുള്ള വസ്തുവാണ്. അപ്പോൾ ക്യാഷോ ഒരു മൂല്യമുള്ള വസ്തുക്കളോ ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ, അത് ബിസിനസ് സ്ഥാപനത്തിന് സ്വന്തമായി ഉണ്ടായിരിക്കുന്നു. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷാക്കി മാറ്റാൻ കഴിയണം. ഇപ്പോൾ കൈവശം ഇരിക്കുന്ന ക്യാഷിനെ വീണ്ടും ക്യാഷാക്കി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് വിൽക്കാൻ കഴിയണം. അതാണ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതിനെ ക്യാഷാക്കി മാറ്റുകയോ അല്ലെങ്കിൽ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദ ഫ്യൂച്ചർ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുകയോ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? അസറ്റ് എന്ന് പറയാം, ആസ്തി എന്ന് പറയാം. അപ്പോൾ എന്താണ് അസറ്റ് എന്ന് ചോദിച്ചാൽ ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് that can be converted into cash or anything beneficial in the future operation of the business can be termed as asset. പണമോ പണത്തിന് തുല്യമായ മൂല്യമുള്ളതായ ഒരു വസ്തു ബിസിനസ്സിന് സ്വന്തമായി ഉണ്ടായിരിക്കുകയും ആ സ്വന്തമായി ഉണ്ടായിരിക്കുന്ന വസ്തുവിനെ ഭാവിയിൽ ക്യാഷാക്കിയോ അല്ലെങ്കിൽ പണമാക്കിയോ അതുപോലെ മൂല്യമുള്ള ബിസിനസ്സിന് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് അസറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ക്യാഷ് അല്ലെങ്കിൽ പണമോ അതുപോലെ മൂല്യമുള്ളതോ ആയ ഒരു വസ്തു ബിസിനസ്സിന് സ്വന്തമായി ഉണ്ടായിരിക്കുകയും ഭാവിയിൽ അതിനെ പണമാക്കിയോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഉപയോഗപ്രദമാകുന്ന രീതിയിലോ മാറ്റാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? അസറ്റ് എന്ന് പറയാം. സോ അസറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. അസറ്റുകളെ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2ആയിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ് ആ 2ആയിട്ടുള്ള തരംതിരിവ് എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസറ്റുകളെ പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു, കറണ്ട് അസറ്റുകളും നോൺ കറണ്ട് അസറ്റും. അതായത് 2013 പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ വന്നതോടെ അസറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡുകളിലാണ്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ്സ് ആർ ഓൾസോ കോൾഡ്. അതിൻ്റെ മറ്റു പേരുകൾ ഞാൻ ഇതിൽ പരാമർശിച്ചിട്ടില്ല. നിങ്ങൾ കുട്ടികൾ കൃത്യമായി നോട്ട്സിനകത്ത് അത് രേഖപ്പെടുത്തണം. കറണ്ട് അസറ്റുകളുടെ മറ്റു പദങ്ങൾ പഠിച്ചു വയ്ക്കണം. കറണ്ട് അസറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഷോർട്ട് ടേം അസറ്റ്.
ഷോർട്ട് ടേം അസറ്റുകൾ എന്ന് പറയാറുണ്ട്, സർക്കുലേറ്റിംഗ് അസറ്റുകൾ എന്ന് പറയാറുണ്ട്, ഫ്ലോട്ടിംഗ് അസറ്റുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റുകളെ ഷോർട്ട് ടേം അസറ്റുകളെന്നും സർക്കുലേറ്റിംഗ് അസറ്റുകളെന്നും ഫ്ലോട്ടിംഗ് അസറ്റുകളെന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്? അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് കറണ്ട് അസറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഹ്രസ്വകാലത്തേക്ക് മാത്രം ഉപയോഗിക്കുന്ന ആസ്തികളുണ്ട്. ഹ്രസ്വകാലത്തേക്ക് മാത്രം, ഒരു നിശ്ചിത കാലാവധി, വളരെ കുറഞ്ഞൊരു കാലാവധിയിലേക്ക് മാത്രം ബിസിനസ് സ്ഥാപനങ്ങളിൽ അസറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെ നമ്മൾ പറയുന്നതാണ് കറണ്ട് അസറ്റ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ക്യാഷ്. എപ്പോൾ വേണമെങ്കിലും അത് ചിലവായി പോകാം. അപ്പോൾ വളരെ കുറച്ച് കാലമേ നമ്മളുടെ കൈവശമുള്ളൂ. ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ, നമ്മൾ ബാങ്കിൽ കിടക്കുന്ന പൈസ എപ്പോൾ വേണമെങ്കിലും ATM വഴി പിൻവലിക്കാം. വളരെ കുറച്ച് കാലമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വിൽക്കാതിരിക്കുന്ന ഗുഡ്സുകളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്, വിൽക്കാതിരിക്കുന്ന ഗുഡ്സ്. പക്ഷേ അതെപ്പോൾ വിറ്റ് പോകും? ആവശ്യക്കാർ എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് നമ്മൾ കൊടുക്കും. കൊടുക്കുന്നത് വരെ മാത്രമേ അത് നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റോക്കായി ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വളരെ കുറച്ച് കാലാവധി മാത്രം നിലനിൽക്കുന്ന അസറ്റുകളുണ്ട്. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്, അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറയും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് എന്നാണ്. എന്താണ് ഈ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ? കറണ്ട് അസറ്റുകൾക്ക് നേരെ വിപരീതമാണ്. അതായത് നോൺ കറണ്ട് അസറ്റുകളെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫിക്സഡ് അസറ്റുകളെന്നോ ലോങ് ടേം അസറ്റുകളെന്നോ പറയാം. എന്തുകൊണ്ടാണ്? അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ദീർഘകാലം നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സുകൾ എന്ന് പറയുന്നത്. ഈ അസറ്റുകളുടെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ദീർഘകാലം ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറികൾ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്ഥലം, അതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങുകൾ, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നോൺ കറണ്ട് അസറ്റുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റുകളുടെ പ്രത്യേകത, ദീസ് അസറ്റ്സ് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ബിസിനസ്സിൽ ദീർഘകാലം യൂസ് ചെയ്യുന്ന അസറ്റുകളാണ്. ഇവയെ മറ്റു പേരുകളൊക്കെ പറയാറുണ്ട്. എന്താണ്? ലോങ് ടേം അസറ്റ്സ് എന്ന് പറയാറുണ്ട്, ഫിക്സഡ് അസറ്റുകളെന്നും പറയാറുണ്ട്. ഇനി ഈ നോൺ കറണ്ട് അസറ്റുകൾക്ക് തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവയെ വീണ്ടും നമ്മൾ മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് അസറ്റ്സ് ആർ നോൺ കറണ്ട് ഇൻ നേച്ചർ. ടാഞ്ചിബിൾ അസറ്റായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അസറ്റുകളെല്ലാം എന്താണ്? നോൺ കറണ്ട് അസറ്റുകളാണ്. നോൺ കറണ്ട് അസറ്റുകളാണ്. അപ്പോൾ ഈ ടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കുക. ദീസ് അസറ്റ്സ് ക്യാൻ സീൻ, ടച്ച് ഓർ ഫെൽറ്റ്. നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഫീൽ ചെയ്യാനോ കഴിയുന്ന ചില അസറ്റുകളുണ്ട്. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഫർണിച്ചർ, നമ്മുടെ വീട്, ബിൽഡിങ്, നമ്മൾ കാണുന്ന ലാൻഡ് ഏരിയ, നമ്മളെവിടെയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ടാഞ്ചിബിൾ അസറ്റാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവയിൽ സ്പർശിക്കാൻ കഴിയുന്നുണ്ട്, അതിനെ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മോട്ടോർ സൈക്കിളുണ്ട്. അതെന്താണ്? ടാഞ്ചിബിൾ അസറ്റാണ്. കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സ്പർശിക്കാൻ കഴിയുന്നുണ്ട്, ആ ബൈക്കിലിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുമുണ്ട്. അങ്ങനെയുള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, എല്ലാം ടാഞ്ചിബിൾ അസറ്റാണ്. എന്നാൽ അടുത്ത നമ്മൾ പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ നോൺ കറണ്ട് ഇൻ നേച്ചർ. നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും അങ്ങനെ തന്നെ പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രത്യേകത, ദീസ് അസറ്റ്സ് വിച്ച് വി കനോട്ട് സീൻ, ടച്ച് ഓർ ഫെൽറ്റ്. നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഫീൽ ചെയ്യാനോ പറ്റാത്ത ചില അസറ്റുകളുണ്ട്. അത്തരത്തിലുള്ള അസറ്റുകളെ നമ്മൾ പറയുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതിന് എക്സാമ്പിൾ പേറ്റൻറ്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, അതുപോലെ തന്നെ ഗുഡ് വിൽ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. എന്താണ് ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? സൽപ്പേരെന്ന് പറയും. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ പകർപ്പ് അവകാശം. എന്താണ് പേറ്റൻറ്റ് റൈറ്റ്? നമ്മൾ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഫോർമുലകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രത്യേകത എന്താണ്? ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഒരാളുടെ സൽപ്പേര് നമുക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലും കാണാൻ കഴിയില്ല.
അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഒരു സ്ഥലം നമുക്കുണ്ട്, അത് ഗ്രാമപ്രദേശമാണ്. അവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപ വിലയെന്ന് വിചാരിക്കുക. നമ്മുടെ താമസിക്കുന്നിടത്ത് ഏറ്റവും വലിയ സിറ്റി നമ്മൾ നോക്കുക, അവിടെയും ഇതുപോലൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി. പക്ഷേ അവിടെ വില അന്വേഷിച്ചപ്പോൾ 1 സെൻറ്റിന് ഒരു 10 ലക്ഷം രൂപ പറയുന്നു. അപ്പോൾ എന്താണ്, രണ്ടിടത്തെയും ഭൂപ്രകൃതി സെയിമാണ്, രണ്ടിടത്തെ സ്ഥലത്തിൻ്റെ മണ്ണൊക്കെ സെയിമാണ്, ഒരുവിധ വ്യത്യാസങ്ങളുമില്ല. ഭൗമശാസ്ത്രപരമായി രണ്ടും ഒരേപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ വിലയിലുണ്ടായ ഒരു 8 ലക്ഷത്തിൻ്റെ അന്തരമുണ്ട്. എന്താണ് ഈ അന്തരം? ആദ്യത്തെ സ്ഥലത്തിന് 2 ലക്ഷം രൂപ വില, രണ്ടാമത് ചോദിച്ച സ്ഥലം സിറ്റി ആയതുകൊണ്ട് അവിടെ 10 ലക്ഷം രൂപ. അപ്പോൾ 8 ലക്ഷം രൂപയുടെ വ്യത്യാസം. 10-ൽ നിന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ 2 ലക്ഷം മൈനസ് ചെയ്താൽ ബാക്കി 8 ലക്ഷം എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ സൽപ്പേരാണ്, അതിന് കൊടുത്തിരിക്കുന്ന സൽപ്പേരിൻ്റെ വിലയാണ്. ആ സൽപ്പേര് നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞാൽ പറ്റുമോ? അത് സ്പർശിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്നാൽ അത് അങ്ങനെ ഒരെണ്ണം ഇല്ലേ? ഉണ്ട് താൻ. ഇതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഒന്നും കഴിയില്ല, പക്ഷേ അത്തരത്തിലുള്ളൊരു അസറ്റ് നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് അസറ്റും അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും. അപ്പോൾ അസറ്റ് എന്താണെന്ന് പറഞ്ഞു, അസറ്റിനെ 2ആയി തിരിച്ചു എന്ന് പറഞ്ഞു, കറണ്ട് അസറ്റ് നോൺ കറണ്ട് അസറ്റും പറഞ്ഞു. അതിനകത്ത് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ നോൺ കറണ്ട് അസറ്റിൽ പറഞ്ഞു, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ഇനിയും ഒരുപാട് ക്ലാസിഫിക്കേഷൻസുകൾ അസറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ക്ലാസിഫിക്കേഷൻ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് ലൈബിലിറ്റി. നമ്മൾ ആ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അസറ്റിനോടൊപ്പം പ്രതിപാദിച്ച ഒരു വാക്കാണ് ലൈബിലിറ്റി. എന്താണ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യത എന്നൊക്കെ നമ്മൾ പറയും. ബാധ്യത. എന്താണ് ബാധ്യത? Liabilities are the obligation or debt payable by the enterprise in future in the form of money or goods. ഒരു ബിസിനസ് സ്ഥാപനം ആസന്ന ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ടതായ, അതായത് പണത്തിൻ്റെ രൂപത്തിലോ സാധനങ്ങളുടെ രൂപത്തിലോ ഒരു ബിസിനസ് സ്ഥാപനം ആസന്ന ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള കടപ്പാടുകളെയോ കടത്തെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബാധ്യത, ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലൈബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടപ്പാട്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം. പേയബിൾ ബൈ ദ എൻ്റർപ്രൈസ്, ബിസിനസ് സ്ഥാപനം കൊടുത്തു തീർക്കണം എന്ന്. ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ഓർ മണി. പൈസയായിട്ടാണ് വാങ്ങിയെങ്കിൽ പൈസയായിട്ട് തിരിച്ചു കൊടുക്കണം. സാധനങ്ങൾ വാങ്ങിയെങ്കിൽ പകരം സാധനങ്ങളായി ഒരു ബിസിനസ് സ്ഥാപനം വരുന്ന ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയോ കടപ്പാടുകളെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയുന്നത്. ഇനി ലൈബിലിറ്റീസിനെ നമ്മൾ 2ആയി തരംതിരിക്കുന്നു. ഈ ബാധ്യതകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. അതിൻ്റെ കാലാവധിക്കനുസരിച്ചാണ് 2ആയി തിരിക്കുന്നത്. ഒന്ന് കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലൈബിലിറ്റി എന്ന് പറയും. എന്താണ് ഈ കറണ്ട് ലൈബിലിറ്റി? ദീസ് ആർ ലൈബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു ബിസിനസ് സ്ഥാപനം 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായ ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ കറണ്ട് ലൈബിലിറ്റീസ് ആർ ദോസ് ലൈബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി 1 വർഷത്തിനുള്ളിലായിരിക്കും. 1 വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഡ്യൂ ആവും. ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ മെച്ചുറാവും, കൊടുക്കാനുള്ള സമയമാവും. ആ 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ പണം കൊടുത്തു തീർത്തിരിക്കണം. അത് സാധനങ്ങളാണെങ്കിൽ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു തീർത്തിരിക്കണം. എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാധനങ്ങളൊക്കെ കടത്തിന് തരും. ആ കടത്തിന് തരുന്ന ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മളൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ വാങ്ങിയ സാധനത്തിൻ്റെ വില മടക്കി നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ മറ്റൊന്നാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകളിലൊക്കെ നമുക്ക് നിക്ഷേപം ഉണ്ടാവും. നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ പണം നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കാം. അങ്ങനെ അധികമായി നമ്മൾ പണം പിൻവലിക്കുകയാണെങ്കിൽ അധിക തുകയ്ക്ക് നമ്മൾ പലിശ നൽകേണ്ടി വരും. അതും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പലിശയും മുതലുമായി തിരിച്ചടക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ബിൽസ് പേയബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്ന ക്രെഡിറ്റർ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെ നമ്മൾ വിശദമായി പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പോർഷനുകളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറയാം. ഇനി നമ്മൾ അടുത്ത പറയുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. എന്താണ് നോൺ കറണ്ട് ലൈബിലിറ്റീസ്? ദീസ് ആർ ലൈബിലിറ്റീസ് വിച്ച് ആർ ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year. 1 വർഷത്തിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് തീർക്കേണ്ട ബാധ്യതകളുണ്ട്. 1 വർഷത്തിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് തീർക്കേണ്ടതായ ബാധ്യതകളെയാണ് നമ്മൾ നോൺ കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബാങ്ക് ലോൺ.
ബാങ്കുകളിൽ നിന്നെടുക്കുന്ന വായ്പ 10 വർഷം 15 വർഷം 20 വർഷം കൊണ്ടൊക്കെയാണ് തിരിച്ചടയ്ക്കുന്നത്. അതുപോലെ ഡിബഞ്ചറുകൾ എന്ന് പറഞ്ഞാൽ കടപ്പത്രം. നമ്മൾ കടപ്പത്രത്തിലൊക്കെ നമുക്ക് നിക്ഷേപം നടത്താം. ആ നിക്ഷേപിക്കുന്ന തുക നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 5-10 വർഷം കഴിഞ്ഞേ തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ലൈബിലിറ്റി എന്താണെന്നും പറഞ്ഞു. അതിനകത്ത് 2 തരത്തിലുള്ള ലൈബിലിറ്റികളെ കുറിച്ച് പറഞ്ഞു. കറണ്ട് ലൈബിലിറ്റി എന്താണെന്നും അതുപോലെ നോൺ കറണ്ട് ലൈബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ മീൻസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണർ ഇൻ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉടമസ്ഥൻ നടത്തുന്ന നിക്ഷേപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണർ ഇൻ ബിസിനസ്. ബിസിനസ് സ്ഥാപനത്തിലേക്ക് അതിൻ്റെ ഉടമസ്ഥൻ നടത്തുന്ന നിക്ഷേപത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ്വർത്ത്. ഇതിനെ മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടും. ആ പേരുകൾ കൂടി പഠിച്ചു വയ്ക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടാ എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ ഈ മറ്റു വാക്കുകൾ കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ്വർത്ത്. ക്യാപിറ്റലിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്നും നെറ്റ്വർത്ത് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അപ്പോൾ ക്യാപിറ്റൽ? ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണർ ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് അതിൻ്റെ ഉടമസ്ഥൻ നടത്തുന്ന നിക്ഷേപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിൻ്റെ മറ്റു പേരുകളാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നും നെറ്റ്വർത്ത് എന്നും പറയാറുണ്ട്. ഇനി ക്യാപിറ്റൽ കണ്ടെത്തുന്നതിനൊരു ഫോർമുലയുണ്ട്. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി. എന്താണ് ടോട്ടൽ അസറ്റ്? അസറ്റ് എന്താണ് നമ്മളിപ്പോൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഒരു ബിസിനസ്സിൻ്റെ ആസ്തിയാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം ആസ്തിയിൽ നിന്ന് സ്ഥാപനം പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ലൈബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ബാധ്യതയാണെന്ന് പറഞ്ഞു. ഔട്ട്സൈഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാനുള്ള ബാധ്യത, പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ബാധ്യത. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം ആസ്തിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുത്തു തീർത്താൽ മിച്ചം വരുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയാം. എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് 1000 രൂപയുടെ ആസ്തി ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ആസ്തി 1000 രൂപയാണ്. അവർക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കടമായി ഒരു 400 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ മൂലധനം ക്യാപിറ്റൽ എത്രയായിരിക്കും? മൊത്തം ആസ്തി 1000-ൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ബാധ്യത 400 കൊടുത്തു കഴിഞ്ഞാൽ മിച്ചം അവരുടെ കൈവശമുള്ള 600 രൂപയായിരിക്കും അവരുടെ മൂലധനം. അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പറയുന്ന മറ്റൊരു ടേമാണ് ഡ്രോയിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ കേൾക്കുന്നൊരു വാക്കാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ പിൻവലിക്കൽ. ഒരു ബിസിനസ്സിൽ ഈ പിൻവലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പിൻവലിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ബിസിനസ് ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ സാധനങ്ങളായോ അല്ലെങ്കിൽ പണമായോ പിൻവലിക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, ഡ്രോയിങ്സ്. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് പിൻവലിക്കൽ ആരാ നടത്തുന്നത്? ഉടമസ്ഥരാണ്. എന്താണ് പിൻവലിക്കുന്നത്? സാധനങ്ങൾ പിൻവലിക്കാം, അല്ലെങ്കിൽ പണവും പിൻവലിക്കാം. അപ്പോൾ എന്താണ് ഡ്രോയിങ്സ് എന്ന് ചോദിച്ചാൽ വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ബിസിനസ് ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമോ സാധനങ്ങളോ പിൻവലിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡ്രോയിങ്സ്. അപ്പോൾ വിദ്യാർത്ഥികളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളെക്കുറിച്ചാണ്. ഒന്ന് അസറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കറണ്ട് അസറ്റ് എന്താണെന്നും നോൺ കറണ്ട് അസറ്റ് എന്താണെന്നും, നോൺ കറണ്ട് അസറ്റിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ കൂടി പറഞ്ഞു. ടാഞ്ചിബിൾ അസറ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലൈബിലിറ്റി എന്താണെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ലൈബിലിറ്റിയെ 2ആയി തിരിക്കുന്നുവെന്നും കറണ്ട് ലൈബിലിറ്റിയും നോൺ കറണ്ട് ലൈബിലിറ്റിയും എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത ഡ്രോയിങ്സ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കൃത്യമായി നോട്ട്സുകൾ തയ്യാറാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.